ഇന്ന് നാം വലിയ ആകുലതയിലാണ് ജീവിക്കുന്നത്. ആകുലതയുടെ നിരർത്ഥകത കർത്താവ് തൻ്റെ ഗിരിഭാഷണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആകയാൽ എന്ത് ഭക്ഷിക്കുമെന്നോ, എന്ത് കുടിക്കുമെന്നോ, എന്തു ധരിക്കുമെന്നോ നിങ്ങൾ വ്യാകുലപ്പെടരുത്. സ്വർഗസ്ഥനായ പിതാവ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയുന്നു. ആദ്യമേ ദൈവരാജ്യവും അതിൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, എന്നാൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും. ആകുലതയാൽ ദോഷം വരുത്തുകയല്ലാതെ നന്മയൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആകുലതയാൽ ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴം പോലും നീട്ടാൻ നമുക്ക് സാധിക്കുകയുമില്ല. പിന്നെ ആകുലപ്പെടുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ജീവിതത്തിൻ്റെ നിയന്ത്രണം കൈകളിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന പിരിമുറുക്കമാണ് ആകുലത. ആകുലതയുടെ എതിർപദം ബൈബിളിൽ ദൈവാശ്രയമാണ്. ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന ഉത്തമ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആകുലതകളെയും അകറ്റി ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാം. ഈ നോമ്പ് ആകുലതകളിൽ നിന്ന് അകന്ന് ദൈവാശ്രയത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ ലോക ഇമ്പങ്ങളുടെ പുറകെ ഞങ്ങൾ സഞ്ചരിച്ച് ആകുലതയാൽ നിരാശയിലേക്ക് ഞങ്ങൾ വീണിരിക്കുന്നു. അങ്ങയിലുള്ള പരിപൂർണ ആശ്രയത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ആമീൻ.